ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രിപ്പ് വ്ലോഗാണ്. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വ്ലോഗാണിത്. ഞങ്ങൾ എങ്ങോട്ടാണ് പോയത് വെച്ചാൽ നിങ്ങൾ ടൈറ്റിലും തമ്മിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ജസ്റ്റ് ഊട്ടി വരെ ഒന്ന് പോയതായിരുന്നു. അപ്പം അതിൻ്റെ വ്ലോഗാണിത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് സൺഡേ ആയിരുന്നു. സൺഡേ ഉച്ച ടൈമിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു നൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ ഒരു റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്തു നൈറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഊട്ടി മൊത്തം ഒന്ന് കറങ്ങിയിട്ട് പിന്നെ തിരിച്ച് പോരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ആരൊക്കെ പോയിട്ടുണ്ടായിരുന്നത് വെച്ചാൽ ഞാൻ, എൻ്റെ ഉമ്മ, ഉപ്പ, അനിയൻ, പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും ഒക്കെ കൂടെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. ഇത് ഏതാ റെസ്റ്റോറൻ്റ് എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എവിടെയുള്ളൊരു ഹോട്ടലാവുമെന്ന് കയറിയത്. അപ്പോൾ ഞങ്ങൾ മന്തിയും അൽഫാമൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ഫുഡെന്ന് പറയാം. നല്ല ടേസ്റ്റിനൊന്നും ഞാൻ പറയൂല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. പിന്നെ ഞങ്ങൾ ഊട്ടിക്ക് ഇതിന് മുമ്പ് ഒരു വട്ടം പോയിട്ടുണ്ട്. ഞാൻ ഫോർത്തിലെന്തോ പഠിക്കുന്ന ടൈമിലായിരുന്നു ഊട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാമൻ്റെ ഒപ്പം അങ്ങനെ പോവാണ്ടോ ചെയ്തത്. കോവിഡൊക്കെ വരുന്നതിൻ്റെ 2-3 മാസം മുമ്പായിരുന്നു തോന്നുന്നു ഞങ്ങൾ ഊട്ടി പോയിട്ടുണ്ടായിരുന്നത്. കോവിഡിൻ്റെ മുമ്പ് ലാസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പായിരുന്നു കേട്ടോ അത്. ഞങ്ങൾ അന്ന് പോയപ്പോൾ മസനഗുഡി വഴി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് മസനഗുഡി വഴി പോകാൻ പറ്റിയില്ല. മസനഗുഡി വഴി ഇപ്പോൾ പോവാൻ ഈവനിങ്ങിന് ശേഷം കടത്തിയിടില്ലെന്നെന്തോ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സാധാ റൂട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നാടുകാണി ചുരം കയറാൻ തുടങ്ങിയൊരു പകുതി ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൈഡിലുള്ള ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ചായക്കട കയറിയിട്ട് ഞങ്ങൾ ചായയും ബജിയും പിന്നെ മാഗിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ചായക്കായിരുന്നു കേട്ടോ ആ തണുപ്പത്ത്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ തണുപ്പ് ഭയങ്കരമായിട്ട് തുടങ്ങിയിരുന്നു. അങ്ങനെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഈ ചുരം കയറുമ്പോഴും ഒക്കെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടാവില്ലേ, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ അങ്ങോട്ട് ഊട്ടിക്ക് പോകുന്ന ടൈമിൽ ഇങ്ങോട്ട് നിന്ന് തിരിച്ച് വരുമ്പോഴൊക്കെ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഊട്ടി പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ്. ഇരുട്ടായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ക്യാമറയിൽ അത്രയും കാണാനില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ റൂമിലേക്ക് പോവാണ് ചെയ്തത്. ഈ റൂം എവിടെ വെച്ചാൽ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ സ്ഥലമൊന്നും എനിക്കറിയില്ല. ഊട്ടി ടൗണിലല്ല, ടൗണിന് കുറച്ച് ഉള്ളിലേക്കൊക്കെ പോയിട്ടാണ് ഈ ഒരു റൂം വരുന്നത്. പ്രപ്പോസ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് റൂം എടുത്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് റൂമൊക്കെ പോയി ഒന്ന് നോക്കി. അങ്ങനെ 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൗകര്യമുള്ള ഒരു ചെറിയ റൂം തന്നെയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന റൂം. അത്യാവശ്യം നല്ല റൂം തന്നെയായിരുന്നു. പിന്നെ ഗായ്സ് ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഞാനൊക്കെ തണുത്ത് പറിച്ചൊരു വഴി വയ്ക്കണേ. പിന്നെ ഇവിടുത്തെ വെള്ളത്തിനൊക്കെ അതിലേറെ തണുപ്പാണ്, കൈയൊക്കെ മരവിച്ച് പോകും, അങ്ങനെ തണുപ്പാണ്. പിന്നെ ഇവിടുത്തെ റൂംസിലൊന്നും ഫാനില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അതിനൊന്നും ആവശ്യമില്ല, അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വെറുതെ ഒന്ന് ഇതിൽ കൂടെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു.
ഞാനൊക്കെ തണുത്ത് വിറച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നടക്കാൻ. വെറുതെ ഞങ്ങൾ ഊട്ടി ടൗൺ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു വെറുതെ നടക്കിയിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ ഷോപ്സിലൊക്കെ ഒന്ന് വെറുതെ കയറി വെക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു പണി. പിന്നെ ഊട്ടി ടൗണിൽ ഞങ്ങളുടെ റൂമിലേക്ക് കുറച്ചുള്ളൂ, ഒരു 5-10 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഉള്ളൂ നടക്കാനായിട്ട്. അങ്ങനെ അവിടെ കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. പിന്നെ ഞങ്ങൾ ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഫുഡ് അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു 7:30 ഒക്കെ ആയിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. കാരണം നല്ല തണുപ്പായിരുന്നു, നല്ല അടിപൊളി കിടന്നുറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് പുറത്തേക്കുള്ള വ്യൂ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. സൈഡ് ഭാഗമാണ് കേട്ടോ. അവിടെ അങ്ങനെ ഒരു മലക്കുണ്ട്, അവിടെ കോടൊക്കെ വന്ന് ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റു ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതായത് എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളും പിന്നെ എൻ്റെ അനിയനൊക്കെ ആയിരുന്നു. ഓരവിടെ ബലൂണൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ തട്ടിക്കളിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് ജൂലൈ 7-നായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോയി വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുണ്ട്. ഇതിപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാനൊരു ടൈം കിട്ടിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. ഞങ്ങൾ എല്ലാവരും ഫ്രഷൊക്കെ ആയിട്ടൊരു 10 മണിയൊക്കെ ആയിട്ടാണ് തോന്നുന്നത് ഇറങ്ങിയത്. 10 മണി 9:30 എന്തോ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ ഇത് അവിടെ ഉണ്ടായിരുന്നൊരു ഡോഗാണ് കേട്ടോ. അത് ഭയങ്കര അനുസരണമുള്ള നല്ലൊരു ഡോഗിയായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് നല്ല രാത്രി ഞാൻ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ക്ലിയർ ആയിട്ടൊന്നും കണ്ടില്ല. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ ഇത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഊട്ടി ടൗണിൽ എവിടെയുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും നെയ് റോസ്റ്റ് പൂരിയൊക്കെ തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ നെയ് റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നല്ല ക്രിസ്പായിട്ടുള്ള ദോശയായിരുന്നു. അതാണ് ദോശയുടെ കോല് എങ്ങനെ കേട്ടോ, അത് മടക്കിയിട്ടൊക്കെ അങ്ങനെ ആയിപ്പോയതാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ കറങ്ങായിരുന്നു. അവിടെ കുറേ കാണാനുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിലിങ്ങനെ എല്ലായിടത്തും പോയിട്ട് കറങ്ങിയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ ചെയ്തത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിയിൽ വന്നപ്പോഴും ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വന്നപ്പം ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ അന്നത്തേക്കാൾ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അന്ന് വന്നപ്പം കണ്ട ആ ഒരു ഭംഗിയില്ലാത്തതുപോലെ തോന്നിട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തതായിരുന്നു. പിന്നെ എനിക്കത് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിലൊരു സോങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തൊരു സോങ് ആയിരുന്നു അത്. അങ്ങനെ ഞാനത് ആ സോങ് എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡാക്കിയപ്പോൾ ഉണ്ട് അത് കോപ്പിറൈറ്റ് വന്നിക്കണതിൽ. അപ്പോൾ കോപ്പിറൈറ്റ് വന്നാൽ പിന്നെ ഡിലീറ്റ് ആക്കാതിരുന്നാൽ ചാനലാണ്ട് പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെയും വന്ന് ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണതാണ്. അതാണ് ഇത്ര ലേറ്റ് ആയത് ഈ വീഡിയോ വരാൻ.
അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് പുറത്ത് വന്നപ്പോൾ അവിടെ കുറേ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കീ ചെയിനുമൊക്കെ കണ്ടിരുന്നു. അവിടുന്ന് ഞാനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഒട്ടുമിക്ക എല്ലായിടത്തും ഉണ്ടാകുന്ന സംഭവിക്കാറ് ആ കീ ചെയിൻ. അത് നമ്മളെ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോണത് ചോക്ലേറ്റ് ഫാക്ടറിക്കാണ്. അപ്പം പോണ വഴിക്ക് മറ്റേ മലയുടെ അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ മറ്റേ കോടൊക്കെ വന്നിട്ട് നല്ല സെറ്റായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അകത്ത് കയറാണ്. അതിൻ്റെ മുമ്പ് ഈ ഫാക്ടറിയുടെ മുന്നിൽ നോക്കിയതിന് നല്ല വ്യൂ ആണ്. നല്ല അവിടെ താഴത്തുള്ള മൊത്തം കാണാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫാക്ടറിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ തരില്ലേ. അപ്പം ഞങ്ങൾ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും പിന്നെ മിൽക്ക് ചോക്ലേറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ടീ ഫാക്ടറിയുടെ അവിടേക്ക് പോയി. അവിടെ കുറച്ച് നടക്കാനല്ലേ ഉള്ളൂ. അപ്പം ടീ ഫാക്ടറിയുടെ അവിടേക്ക് പോകുന്ന ടൈമിൽ അവിടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ താഴത്തെ മൊത്തം കാണാം. നല്ല രസമുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. അവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഭയങ്കര കാറ്റായിരുന്നു, നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമൽ ടീ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള ടീ ആയിരുന്നു കേട്ടോ. അങ്ങനെ ടീ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയി. ആ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് എനിക്ക് ഓർമ്മയില്ല ഗൈസ്, ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടാവും. അപ്പം ഞങ്ങൾ അവിടെ പോയി. അവിടെ ഒരു പാർക്കും അതേപോലെ ഒരു ഗെയിമിംഗ് സെൻറ്റർ, പിന്നെ ഒരു ലേക്ക് പുഴ എന്തൊരു സംഭവമുണ്ട്. പിന്നെ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഫ്രണ്ട്സ്, ഇവിടെ ഞങ്ങൾ പോയത് മൺഡേ ആണല്ലോ. അപ്പോൾ ഇത് ഹോളിഡേ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയ എവിടെയും അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ക്രൗഡെന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ കുറേ കാറുകളും വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പറയാൻ മാത്രം അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ പുഴ. ഇതിന് പുഴ എന്നാണോ ലേക്ക് എന്നാണോ എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഇത് കണ്ടിട്ട് നമ്മളിവിടെ ഉള്ള കായലൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഉണ്ട്. അതിന് കായലാണെന്നൊക്കെ അറിയില്ല. അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സംഭവമായിരുന്നു അത്. അവിടെ കുറേ ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പോണത് ഗെയിമിംഗ് സെൻറ്ററിലോട്ടാണ്. അവിടെ പോയിട്ട് ഇവർക്ക് എന്താ പറയുക, കാറിൽ പോകണം പറഞ്ഞ്. അപ്പം അതുകൊണ്ട് കയറാൻ വേണ്ടി പോയതാണ്. മാത്രമല്ല ഞാനും കയറിയിരുന്നു കേട്ടോ കാറിൽ. അപ്പുറത്തെ റെഡ് കാറിലിരിക്കുന്നത് ഞാനാണ്. അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ പാഡ് ചെയ്യണില്ല. അങ്ങനെ കാറൊക്കെ ഓടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. പിന്നെ അവിടെ ഹോഴ്സ് റൈഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഊട്ടിയിൽ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പം ഞാൻ കുതിരയുടെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ 4th എന്തോ പഠിക്കുകയാണ്. ഇപ്പം ഞാൻ 9th. ഇപ്പം ഞാൻ കയറി ശരിയാവില്ല. അല്ലെങ്കിലും ഞങ്ങളാരും കയറുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. ഇനി ഞങ്ങൾ നേരെ പോണത് മൊട്ടക്കുന്നാണ് കേട്ടോ. മൊട്ടക്കുന്നിൻ്റെ ഏതൊരു ഭാഗത്തേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ ചെന്നപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഈ സ്വീറ്റ് കോണൊക്കെ ഉണ്ടല്ലോ അതാണ് പോയിട്ട് വാങ്ങിയത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിയതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്വീറ്റ് കോണ്. പിന്നെ മസാല ഇട്ടതും മസാല ഇടാത്തതും ഒക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ
മുട്ടക്കുന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം അവിടെ നല്ല തണുത്ത കാറ്റായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു, അതേപോലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഗായ്സ്, ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു വെള്ള സംഭവം ഉണ്ടല്ലോ, അത് ഫുള്ള് കോടയാണ് കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പം അവിടെ ഫുള്ള് കോടയായിരുന്നു. അവിടെ മറ്റേ ഒരു താഴ്വാരല്ലേ അത്, അവിടെ നമ്മളെ ക്യാരറ്റിൻ്റെ തോട്ടവും അതേപോലെ അവിടെ ഒരു താഴ്വാരമാണല്ലോ, അപ്പോൾ അവിടെ ഫുള്ള് കോട വന്ന് മൂടിക്കിടക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ അധികം നേരം നിന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ ഭയങ്കര കാറ്റായിരുന്നു, നല്ല കാറ്റും പിന്നെ അങ്ങനെ ഭയങ്കര മഴക്കാറൊക്കെ ഉള്ള പോലെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എത്തി, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ മഴ പെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരാൾ ഇങ്ങനെ, അതൊരു താഴ്വാരാണല്ലോ, അപ്പോൾ അവിടെ ഒരാൾ ആടുകളായിട്ട് ഇങ്ങനെ മേയ്ക്കാൻ വരില്ലേ, അങ്ങനെ വന്നതായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ, ഒരാളും പിന്നെ കുറേ ആടുകളുമായിട്ട്. നല്ല രസമുള്ളൊരു വ്യൂ ആയിരുന്നു അവിടുന്ന്. പിന്നെ അവിടുത്തെ വ്യൂ പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അവിടുന്ന്. ആ കോടയും ഒക്കെ അടിപൊളി തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് പൈൻ ഫോറസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ മുട്ടക്കുന്ന് പോയ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കുരങ്ങന്മാർ. അവിടുന്ന് ഞങ്ങൾ മറ്റേ സ്വീറ്റ് കോൺ വാങ്ങിയിട്ട് എന്താ പറയുക, എൻ്റെ അനിയനോ ആരുടെയോ കയ്യിൽ കണ്ടിട്ട് തട്ടിപ്പറിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് മുട്ടക്കുന്നിനൊരു ഭാഗത്തേക്കാണല്ലോ പോയത്. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ പൈൻ ഫോറസ്റ്റ്ക്ക് വരുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ മുട്ടക്കുന്ന് പോയിട്ടുണ്ടായിരുന്നു. മുട്ടക്കുന്നിൻ്റെ മറ്റേ ഒരു ഭാഗത്തേക്കല്ലേ ഞങ്ങൾ ഫസ്റ്റ് പോയത്, അല്ലാതെ മുട്ടക്കുന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ ഭയങ്കര മഴയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു, അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പൈൻ ഫോറസ്റ്റ്ക്ക് വന്നത് കേട്ടോ. പിന്നെ എവിടെയും ഭയങ്കര കാറ്റായിരുന്നു, നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെയും കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചു പോരാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഗൈസ്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ സ്ഥലങ്ങളിൽ തന്നെയാണ് ഞങ്ങൾ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ എനിക്കറിയില്ല ഗൈസ്, ഞങ്ങൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്തിരുന്നൊരു ട്രിപ്പായിരുന്നു ഇത്. പിന്നെ എങ്ങോട്ടേലൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഇറങ്ങിയതായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വാഗമൺ, ഇടുക്കി, മൂന്നാർ അങ്ങനെയൊക്കെ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഊട്ടി പോകാമെന്ന്. അതും വൺ ഡേ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ പെട്ടെന്നാണ് അത് 2 ഡേയ്സ് ആയത്. പിന്നെ ഞങ്ങൾക്ക് വ്യൂ പോയിൻ്റ് ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ ഇത്രയും സ്ഥലങ്ങളിൽ കറങ്ങിയതല്ലേ. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് ടൈമും ഉണ്ടായിരുന്നില്ല, അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. പിന്നെ ഞങ്ങൾ പോണ ടൈമിൽ ഇങ്ങനെ മഴ കുറച്ച് പെയ്യുക, പിന്നെ നിൽക്കും, പിന്നെയും പെയ്യും, പിന്നെയും നിൽക്കും, അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ചുരത്തുമെന്ന് തോന്നുന്നു റോഡ് സൈഡിൽ ഇങ്ങനെ ചായക്കട കണ്ടു. അപ്പം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ചായയും അതേപോലെ മാഗിയും ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടുന്ന്, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ നിന്ന് ഉണ്ടായിരുന്നത്. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു, അപ്പം നല്ല രസമായിരുന്നു അവിടെ ഇങ്ങനെ നിന്ന് ചായ കുടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ്. പിന്നെ ഗൈസ്, ഞങ്ങൾ പോണ വഴിക്ക് നല്ല അടിപൊളി ഇതൊക്കെ കോടയാണ് കേട്ടോ. ഈ വെള്ളം കാണുന്നത് ഫുള്ള് കോടയാണ്. ചുരം ഇറങ്ങുന്ന ടൈമിലാണ് ഒന്നിന് കണ്ടത്. പുറത്തുള്ളതൊന്നും കാണാനില്ല, ഫുള്ളിങ്ങനെ കോട മൂടി കിടക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പം പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ.
പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന ടൈമിൽ ഞങ്ങൾക്ക് എവിടെയും ഇറങ്ങാൻ പറ്റിയില്ല. കാരണം തിരിച്ചു പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് മഴ തന്നെയായിരുന്നു. മഴ ആയ കാരണം എവിടെയും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഊട്ടിക്ക് പോകുന്ന ടൈമിലും തിരിച്ച് വരുന്ന ടൈമിലും ഒന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ കോടമഞ്ഞ് കാണാൻ പറ്റി, അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഊട്ടി വർക്കി വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വർക്കിയും പിന്നെ ചോക്ലേറ്റും ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ പെരിന്തൽമണ്ണ ചില്ലീസിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഞങ്ങൾ ബ്രോസ്റ്റും പൊറോട്ടയും ഒക്കെ കഴിച്ച് തോന്നുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ മറന്നുപോയി. എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.